ഇപ്പൊ ചേട്ടൻ മിമിക്രി ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ, ചെയ്തു നോക്കുന്നു? ഇല്ല, ഞാൻ അതെല്ലാം വിട്ടിട്ട് പിന്നെ എല്ലാം ഇങ്ങോട്ട് വന്നത്. ഒട്ടും മാനീകരിക്കാറില്ല. അറ്റ്ലീസ്റ്റ് കോളേജ് ടൈമിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയാലോ? ഇല്ല, കോളേജിലൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ പറയും. ഇപ്പം തമാശ രീതിയിൽ നമ്മൾ അവർക്ക് വലിയ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പം അന്നത്തെ ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ കെ.പി. ഉമ്മറിന്റെ ഒക്കെ പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു നടനാണ്, വളരെ സുന്ദരനാണ്, വളരെ ബഹുമാൻ. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ അന്ന് കോളേജിൽ പഠിക്കുന്നില്ല, ആ സമയത്ത് പറയും കെ.പി. ഉമ്മർ എന്ന് പറഞ്ഞാൽ ഈ റേപ്പ് ചെയ്യുമ്പോൾ ബലാത്സംഗമൊക്കെ ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ കൊടുക്കും അവർക്ക്. ബലാത്സംഗത്തെ ഒന്ന് അവരുടെ അടുത്ത് പറയും, ശാരദേ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഓരോ ഇതായി. പിന്നെ നീ വഴങ്ങുന്നോ അതോ എന്നൊക്കെ ചോദിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ സംഭവം കൊടുത്തിട്ടാണ് പുള്ളി ഇങ്ങനെ വാങ്ങുന്നത്. അതായത് ഒന്ന് ആദ്യമേ ഇൻഫോം ചെയ്യും ഇങ്ങനെ ചെയ്യാൻ പോകുന്നതാണെന്ന്, പിന്നെ അതിനൊരു ഓപ്ഷൻ കൊടുക്കും എന്നൊക്കെ പറയും, കളിയാക്കി ഇങ്ങനെ പറയും. അപ്പൊ അതൊക്കെ ഓരോന്ന് ചേർത്താണ് അന്നത്തെ കാലത്ത് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡയലോഗ് എടുത്താൽ ഇപ്പൊ ചെമ്മീനിലെ ഒരു കഥാപാത്രം എടുക്കും, അതിലെടുത്തിട്ട് എനിക്ക് അന്ന് പ്രൈസ് കിട്ടിയ അതെ, ഈ ചെമ്മീനിലെ കറുത്തമ്മ പരീക്കുട്ടിയായിട്ട് പിരിഞ്ഞു പോകാൻ നേരത്ത് കറുത്തമ്മ വിട ചോദിക്കുമ്പം മറ്റേ മധുസാറിന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ മധുസാർ പറയും, കറുത്തമ്മ പോകാണോ കറുത്തമ്മ പോയാലേ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും കറുത്തമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. അത് തന്നെ നമ്മൾ ഉടനെ തന്നെ അടുത്തതായിട്ട് കെ.പി. ഉമ്മർ വന്നിട്ട് ഈ ഭാഗം അഭിനയിച്ചിരുന്നെങ്കിൽ കറുത്തമ്മ പോകാണോ കറുത്തമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും മൂളിനു. അപ്പൊ അന്നത്തെ നസീർ സാർ വന്നിട്ട് ആ ചിരിയൊക്കെ ചിരിച്ച് ഒരു ശൃംഗാര രസത്തിൽ. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. മണ്ടിപ്പെണ്ണെ, കറുത്തമ്മ പോവുകയാണല്ലേ? കറുത്തമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്തെല്ലാം അങ്ങ് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും കറുത്തമ്മേ. അതിന് കറുത്തമ്മ എന്തിനാ കരയുന്നത് കറുത്തമ്മേ? ധൈര്യമായിരിക്കും. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ താലി ചാർത്തും കറുത്തമ്മേ. ഒന്ന് ചിരിക്കൂ പ്ലീസ്. അങ്ങനെ മണ്ടിപ്പെണ്ണെ. ഇങ്ങനെയൊക്കെ ഇത് അന്നത്തൊക്കെ ഞാൻ കാണിക്കുന്ന 50 വർഷം മുമ്പുള്ള സംഭവമാണ്. 50 years. 75ലാണ് എനിക്ക് മിമിക്രിയിൽ കിട്ടുന്നത്. ഞാൻ 70ലാണ് തുടങ്ങുന്നത് ഈ മിമിക്രിയൊക്കെ, മനസ്സിലായില്ല? അപ്പൊ എറണാകുളത്ത് ഇപ്പൊ താമസിക്കുമ്പോൾ കലാഭവനിലുണ്ടായിരുന്നത്. കലാഭവനൊക്കെ 82ലാണ് വരുന്നത്. ഞാൻ 70 തൊട്ടുള്ള ആളാ. ശരിക്കും ചേട്ടൻ ഇങ്ങനെ ഓരോ ഫിലിം കാണാൻ, ഐ മീൻ നല്ല പ്രായത്തിലൊക്കെ ഈ കോളേജ് ടൈംസിലൊക്കെ ഈ സിനിമ കാണാൻ മുമ്പ് ഈ മിമിക്രി ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കീൻ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുകയല്ലേ? അന്ന് ബൈ ഹാർട്ട് ഒരു പടം കണ്ടിട്ട് ഇറങ്ങിയ ക്ലാസ്സിൽ പോലും പഠിച്ചാൽ പോലും പുസ്തകത്തിന് അത്രയും കിട്ടത്തില്ല. കോളേജിൽ അത്രയും പഠിച്ചില്ല. പക്ഷെ സത്യം സിനിമ വേണ്ട കൃത്യം ഡയലോഗ്സ് കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. മറ്റേ ബുക്ക് വായിച്ചാൽ 15 പ്രാവശ്യം വായിച്ചാൽ തലേക്ക് കേൾക്കുന്നുണ്ട് പറയുന്ന വല്ലതും. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡബ് ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴേക്കല്ലേ ചേട്ടാ, അത് സ്ട്രെയിൻ ആയിട്ട് വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? PJ ആന്റണിയുടെ കുറെ സ്ട്രെയിൻ ആയിരുന്നു. കാരണം ആ സൗണ്ട് ഒരു പ്രത്യേക എന്നൊക്കെ പറഞ്ഞുള്ള സൗണ്ടാ. മറ്റേ ജയന്റെ പോലെ വളരെ ജയന്റെ അന്നേ ഞാൻ ഈ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ വരുമായിരുന്നു ആദ്യം. അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ വേഷങ്ങള്. അദ്ദേഹം എത്ര ജനറേഷൻ പോയാലും സ്റ്റിൽ ഇപ്പത്തെ യൂത്തിന്റെ ആയാലും ഒരു എവർഗ്രീൻ ഹീറോ ആണ്. സംശയം തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയാവോ ചേട്ടാ? കോഴിലൊക്കെ തന്നെ നല്ലൊരു ഡയലോഗ് ഓർമ്മയില്ല, പക്ഷെ ഞാൻ പറയണ അത് ഒരു ആർട്ടിസ്റ്റ് മരിച്ച ശേഷം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു വരുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വീടുകളിലൊക്കെ പിള്ളേരൊക്കെ ഒരു മുതൽ കുഞ്ഞിനൊക്കെ പറയല്ലേ, ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, കാമുകിനോട് പറയുന്നത്, ഫോൺ ചെയ്യുന്ന സ്റ്റൈലിൽ പറയുന്നത്. അത് ശരിക്കും തമാശക്കാണെങ്കിൽ പോലും അതൊരു അദ്ദേഹത്തിന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം. അതൊക്കെ ശരിക്കും ഒരു എന്താ പറയാ, ആ സോളൊക്കെ വെറി നല്ല സോളാ. അത് അദ്ദേഹം വിളിച്ചാൽ പയ്യൻ എന്നൊക്കെ വിളിച്ചാൽ അതിനൊരു മുഴക്കമാണ്. Annie's Kitchen. Let's cook with love.